നോ, അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നിങ്ങളല്ലേ കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി ഉണർന്ന് ബോധം വന്നതിനു ശേഷം പോയാൽ മതി. എന്താ സംഭവിച്ചെന്ന് അറിയണമല്ലോ. ഡോക്ടറുടെ മറുപടിയിൽ ശരിക്കും സഞ്ജയ് കുടുങ്ങിപ്പോയിരുന്നു. ഡോക്ടർ, ഈ കുട്ടിയെ എനിക്ക് പരിചയമില്ല. എൻ്റെ ഓഫീസിൽ വന്നതാ. അതിനപ്പുറം എനിക്കൊരു പരിചയവുമില്ല. മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ കൊണ്ട് ഹോസ്പിറ്റൽ കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ ഓഫീസിൽ വന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ എനിക്കിന്ന് വൈകിട്ട് അർജൻറ്റായൊരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ദുബായിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയേ പറ്റൂ. വൈകിട്ട് 6 മണിക്കാണ് ഫ്ലൈറ്റ്. അവൻ വാച്ചിൽ നോക്കി പറഞ്ഞു. സോറി സർ, സാറിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓഫീസിൽ തന്നെയുള്ള ആരെങ്കിലും ഇവിടെ നിർത്തിയാൽ മതി. പക്ഷേ ആരെങ്കിലും ഒരു ബൈസ്റ്റാൻഡർ ഒപ്പം വേണം. ഒന്നാമത്തെ കാര്യം പെൺകുട്ടിയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഓരോ വാർത്ത കേൾക്കുന്നതല്ലേ. സാറ് മോശക്കാരനാണെന്നല്ല പറഞ്ഞത്. ഹോസ്പിറ്റൽ റൂൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഹെഡ് ഓഫീസിൽ നിന്ന് വരുന്ന ഉത്തരവുകളാണ്. അതുകൊണ്ട് സഹകരിക്കണം. അല്ലാതെ നമുക്ക് ഇവിടെ ഒരു ചികിത്സയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സാർ ഓഫീസിലുള്ള ആരെങ്കിലും വിളിച്ച് ഇവിടെ ആക്കിയിട്ട് പൊയ്ക്കോളൂ. ഡോക്ടർ തൻ്റെ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കി. സാരമില്ല, 2 മണിക്കൂറിന് കാര്യമല്ലേ, ഞാൻ തന്നെ നിൽക്കാം, സഞ്ജു പറഞ്ഞു. ഡോക്ടർ പോയപ്പോൾ മുറിയിൽ അവർ 2 പേരും മാത്രമായി കുറച്ച് സമയം. മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്ത് സമയം കളഞ്ഞു അവൾ ഉണരുന്ന ലക്ഷണമില്ലെന്ന് മനസ്സിലായപ്പോൾ സഞ്ജയ്ക്ക് ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു. അവസാനം ട്രാവൽ ഏജൻസിയിലേക്ക് വിളിച്ച് തനിക്കിന്ന് വൈകിട്ട് പോകാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു. ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് ഇനി പോകുന്നത് നടക്കില്ലെന്ന് അവന് അറിയാമായിരുന്നു. ഓഫീസിൽ വിളിച്ച് മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. മീറ്റിങ്ങിനെത്താൻ സാധിക്കാത്തതിനാൽ ഒരു മെയിൽ അയക്കൂ അനിതയോട് പറഞ്ഞ് ഏൽപ്പിച്ചു. തിരിഞ്ഞപ്പോഴാണ് കണ്ണുകൾ മെല്ലെ തുറന്നു വരുന്നവളെ അവൻ കണ്ടത്. ആ നിമിഷം അവന് ദേഷ്യമാണ് തോന്നിയത്. കണ്ണുകൾ തുണർന്നതും അരികിലിരിക്കുന്ന ട്രിപ്പ് സ്റ്റാൻഡാണ് ശ്രുതി ആദ്യം ശ്രദ്ധിക്കുന്നത്. താൻ എവിടെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. മൊത്തത്തിൽ നോക്കിയപ്പോഴാണ് ആശുപത്രിയിലാണ് എന്ന് അവൾക്ക് മനസ്സിലായത്. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ വീണ്ടും പരിഭ്രമം തോന്നി അവൾക്ക്. എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു അവൾ. ഞാൻ ഹോസ്പിറ്റലിലാണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം വിറയലോടെ തന്നെ അവൾ ചോദിച്ചു. ഒന്നും മിണ്ടാതെ രൂക്ഷമായി ഒന്ന് നോക്കുക മാത്രമായിരുന്നു സഞ്ജയ് ചെയ്തത്. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഇന്ന് ലക്ഷങ്ങളുടെ ബിസിനസ് ഡീലാണ് നിങ്ങൾ കാരണം നഷ്ടമായത്. എത്ര കാലമായി ഞാനും എൻ്റെ കമ്പനി നോക്കിയിരിക്കുന്ന ഒരു ഡീലാണെന്ന് അറിയുമോ? സോറി സർ, എന്തൊക്കെ സാറ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്താ ഞാൻ പറഞ്ഞത് എന്ന്? നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഞാനാണ് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ സമയം 2:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സമയം ഏതാണ്ട് 5:15 2 മണിക്കൂറെന്നും പറഞ്ഞ് ഈ ഹോസ്പിറ്റൽ എന്നെ പിടിച്ചു നിർത്തിയതാണ്. എനിക്ക് 6 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ദുബായിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നതാ, ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി. അത് പോയി കിട്ടി. അതാ പറഞ്ഞത്, നിങ്ങളെ എന്തിനു വേണ്ടിയാ ഓഫീസിലേക്ക് വന്നത്? അവന് ദേഷ്യം തോന്നി തുടങ്ങി. സോറി സർ, ഞാൻ കാരണം സാറിന് ഇത്രയും വലിയ നഷ്ടമുണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്കെന്താണ് സംഭവിച്ചതെന്നും എനിക്ക് ഓർമ്മയില്ല. സാർ ക്യാബിൽ നിന്ന് പോകാൻ പറഞ്ഞു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നടന്നത് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ നടന്നതൊന്നുമല്ല, നിങ്ങൾ തളർന്നു വീണു, അത് തന്നെ. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചില്ല എന്നാണ്. രാവിലെ കഴിക്കാൻ പറ്റിയില്ല സർ, ഉച്ചയ്ക്ക് ക്യാഷും ഇല്ലായിരുന്നു, അവൾ ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്ത് പറഞ്ഞു. നിങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചതെന്നുള്ളത് എൻ്റെ വിഷയമല്ല. സഹതാപം തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൻ പറഞ്ഞു. സാർ പൊയ്ക്കോളൂ. ഞാൻ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടിന് എന്ത് പരിഹാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാറ് പറഞ്ഞ ലക്ഷ്യങ്ങളൊന്നും നൽകാനില്ല. അവളുടെ വാക്കുകളിൽ അവനൊന്ന് അയഞ്ഞു. നിങ്ങളിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെയാണോ എന്നെ വന്ന് കണ്ടത്? അത് സർ, ഞാൻ രാവിലെ സാറിനെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. സമയം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ കഴിക്കാൻ പറ്റാതിരുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ചാൽ പിന്നെ വണ്ടിക്കൂലിക്ക് പൈസയില്ല. അതുകൊണ്ടാണ് സാറിനെ കണ്ട് തിരികെ പോകാം ഞാൻ വിചാരിച്ചത്. ആ വാക്കുകളിൽ ഒരു നിമിഷം അവൻ്റെ മനസ്സിലൊരു തണുപ്പ് വീണിരുന്നു. സ്വരം കുറച്ചുകൂടി മയപ്പെടുത്തിയാണ് പിന്നെ അവൻ സംസാരിച്ചത്. രാവിലെ വന്നിട്ട് പിന്നെ പോയില്ലേ? ഇല്ല സർ. കുറച്ചുനേരം ഇരുവർക്കുമിടയിൽ മൗനം ഒരു ആവരണം തീർത്തു. ഓക്കെ, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ നേരിട്ട് MD വിളിച്ച് അയാളെ മിസ്ഗൈഡ് ചെയ്ത് ജോലിയുണ്ടോ എന്ന് ചോദിച്ചാണോ ശ്രുതി? സൗമ്യമായി അവൻ ചോദിച്ചു. അങ്ങനെയൊന്നുമല്ല, ഒരു ജോലിക്ക് അപേക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയാം സർ. പക്ഷേ അവസ്ഥയായിപ്പോയി. ഒരു ജോലി വല്ലാതെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒക്കെ തെറ്റായിരുന്നു എനിക്ക് തോന്നുന്നു. ട്രിപ്പ് കഴിയുമ്പോൾ പോകാമെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി. തന്നെ ഉണരട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്.
ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, ഒരുപാട് ക്യാഷാവില്ലേ സർ? എൻ്റെ കയ്യിൽ ക്യാഷില്ല. വേവലാതിയോടെ അവൾ ചോദിച്ചു. ക്യാഷ് ഞാൻ അടച്ചിട്ടുണ്ട്, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. സാറിന് ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ? അത് കഴിഞ്ഞല്ലോ. എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടെ. എങ്ങനെ പോകും? ബസ്സിൽ പൊയ്ക്കോളാം. വരൂ, ബസ് സ്റ്റാൻഡ് വരെ ഞാൻ കൊണ്ടാക്കാം. സാറിന് ബുദ്ധിമുട്ടാവില്ലേ? ഇതിലും വലിയ ബുദ്ധിമുട്ടായല്ലോ. അത് കളഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. ഇതത്ര വലിയ ബുദ്ധിമുട്ടില്ല, വരൂ. അതുമാത്രമല്ല, തന്നെ ഇവിടെ ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് ഞാനാണ്. സുരക്ഷിതമായി ബസ്സിൽ വരെയെങ്കിലും കൊണ്ടെത്തിച്ചില്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫേസ് ചെയ്യേണ്ടതും ഞാനല്ലേ. അത്രയും പറഞ്ഞ് അവൻ ഇറങ്ങിയപ്പോൾ അവനെ പിന്തുടർന്നിരുന്നു ശ്രുതി. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ അടുത്തു കണ്ട നല്ലൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ അവൻ നിർത്തിയിരുന്നു. ഒരു നിമിഷം മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പോകുന്ന വഴിക്ക് തലകറങ്ങി വീഴണ്ട, ഭക്ഷണം വല്ലതും കഴിക്കൂ. എനിക്കൊന്നും വേണ്ട സാറേ, ഇപ്പോൾ ട്രിപ്പിട്ടല്ലേ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഉച്ച മുതൽ ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നല്ലേ പറഞ്ഞത്? ഇത്രയും സമയം ഒരാൾ എങ്ങനെ വിശന്നിരിക്കും? ഭക്ഷണം കഴിച്ചോളൂ, അതൊരു അഭിമാനക്കുറവായി കാണേണ്ട. അഭിമാനക്കുറവൊന്നുമില്ല സർ. ഒരാൾ ഭക്ഷണം വാങ്ങിത്തരുമ്പോൾ അത് വേണമെങ്കിൽ വേണം എന്ന് പറയുന്നതിൽ എന്ത് അഭിമാനമാണ് നഷ്ടപ്പെടുന്നത്? നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം വേണ്ടി തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ശരിക്കും വേണ്ട, അതുകൊണ്ടാണ്. സാർ ഇത് ഉച്ചയ്ക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സമ്മതിച്ചേനെ. കാരണം അപ്പോൾ എനിക്ക് നന്നായി വിശന്നിരുന്നു. ഇപ്പോൾ എനിക്ക് വിശക്കുന്നില്ല. അവളുടെ തുറന്ന സംസാരം അവന് ഇഷ്ടമായി. തൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് സംസാരമാണെന്ന് തോന്നുന്നു. ഉരുളയ്ക്ക് ഉപ്പേരിയാണ് ലൈനല്ലേ? മുഖത്ത് നിലന്ന ഗൗരവത്തോടെ തന്നെയാണ് അവൻ അത് ചോദിച്ചത്. സാഹചര്യം കൊണ്ടാണ് സർ, ചമ്മലോടെ പറഞ്ഞു അവൾ. ഓക്കെ, എങ്കിൽ പിന്നെ സ്റ്റാൻഡിലേക്ക് പോയേക്കാം. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. തിരികെ പോകുന്ന സമയത്താണ് മുന്നിൽ കുറച്ച് സമരപ്രവർത്തകരെ കണ്ടത്. അവരുടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ട് ഒരു നിമിഷം സഞ്ജുവും ശ്രുതിയും ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു. ഇന്ന് മിന്നൽ പണിമുടക്കാണോ? ബസ്സൊന്നുമില്ലേ? ശ്രുതിക്ക് കരയാൻ തോന്നി. സമയം സന്ധ്യയോടടുക്കുകയാണ്. മൊബൈലിലേക്ക് നോക്കിയപ്പോൾ ഫോൺ ചാർജില്ലാതെ ഓഫായിരുന്നു. പരിചയമില്ലാത്തൊരു പുരുഷനൊപ്പം അവൾക്ക് ശരീരത്തിൽ ഭയം കയറാൻ തുടങ്ങി. സമരമാണെ താനെങ്ങനെ പോകും? ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. എനിക്കറിയില്ല സർ. അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. നശിക്കാനായിട്ട് ഇന്ന് ആരെയാണോ കണി കണ്ടത്? തലയ്ക്ക് കൈകൊടുത്ത് സഞ്ജയ് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ കണി കണ്ടത് തന്നെയല്ലേ. ഞാൻ രാവിലെ വരുന്ന സമയത്തല്ലേ താൻ കാറിൻ്റെ ഗ്ലാസ്സിൽ നോക്കി മേക്കപ്പ് ഇട്ടിട്ടുകൊണ്ടിരുന്നത്? പെട്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൻ്റെ മുഖത്തേക്കൊന്ന് കൂർപ്പിച്ചു നോക്കി അവൾ. വെറുതെയല്ല ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ രാവിലെ കണ്ടത് സാറിനെയല്ലേ? അപ്പോൾ പിന്നെ എൻ്റെ ദിവസമല്ലേ ഏറ്റവും മോശമായത്? ഞാൻ തലകറങ്ങി വീണു, ഹോസ്പിറ്റലായി. പോരാത്തതിന് ഇന്നത്തെ ദിവസം മുഴു പട്ടിണി. ഉരുളക്കുപ്പേരി പോലെയുള്ള അവളുടെ മറുപടി ഒരു നിമിഷം സഞ്ജയ് ഒന്ന് പതറിപ്പോയിരുന്നു. തന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വിട്ടുകൊടുക്കാൻ സഞ്ജയും തയ്യാറായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന്. എങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ല്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ പോകാനാണ്? പണിമുടക്കാണെന്ന് അറിയുകയും ചെയ്തില്ലേ? ഞാൻ തലകറങ്ങി വീണപ്പോൾ സാറിനോട് ആരാ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ? കുറച്ച് വെള്ളവും മറ്റും എൻ്റെ മുഖത്ത് തളിച്ചാൽ പോരായിരുന്നോ? ഞാൻ എഴുന്നേൽക്കില്ലേ? അങ്ങനെയാണെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പേ എനിക്ക് വീട്ടിൽ പോകാമായിരുന്നു. അത്ഭുതത്തോടെ അവൻ അവളെ നോക്കി. തനിക്ക് എന്തെങ്കിലും തലയ്ക്ക് പ്രശ്നമുണ്ടോ? രാവിലെ ഓഫീസിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് തോന്നി മനസാക്ഷിയുടെ പുറത്താണ് ഞാൻ തന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ പോയത്. വെള്ളമൊക്കെ ഒഴിച്ചു നോക്കി, വിളിച്ചു നോക്കി, ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തോന്നിയപ്പോഴാണ് അവസാനം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പം ഞാൻ തെറ്റുകാരൻ. ലക്ഷങ്ങളുടെ മീറ്റിംഗ് കളഞ്ഞാണ് ഞാൻ തനിക്ക് ഹോസ്പിറ്റൽ കൂട്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനെ തന്നെ പറയണം? ഒരു നിമിഷം അവളൊന്ന് മൗനമായി. സോറി സർ, എനിക്കൊക്കെ അറിയാം. പെട്ടെന്ന് സാർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കാരണം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു പോയി. അതുകൊണ്ട് പറഞ്ഞതാ, സോറി. ഇനിയിപ്പോൾ എങ്ങനെ വീട്ടിൽ പോകുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നു. ഇവിടുന്ന് എന്ത് ദൂരം ഉണ്ടാകും തൻ്റെ വീട്ടിലേക്ക്? എത്ര കിലോമീറ്ററാണ് ഇവിടുന്ന്? ഒരു 10-12 കിലോമീറ്റർ ഉണ്ടാവും സർ. എങ്കിൽ ഞാൻ കൊണ്ടുവിടാം. അതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. വഴി ഞാൻ പറഞ്ഞു തരാം. എങ്കിൽ പറ. അവൾ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ അവൻ ശ്രദ്ധയോടെ കാർ ഓടിച്ചു. പ്രധാന റോഡുകളൊക്കെ കഴിഞ്ഞ് വണ്ടി ഒരു നാട്ടുവഴിയിലേക്ക് കയറിയപ്പോൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ അവൻ ചോദിച്ചു. ഇതാണോ തൻ്റെ നാട്? അതെ സർ. തൻ്റെ സംസാര രീതിയും ലുക്കുമൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് വന്നതായിരിക്കുമെന്ന്. പുച്ഛം വരുത്തിയുള്ള അവൻ്റെ സംസാരം അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. പെട്ടെന്ന് അവൾ മുഖമൊന്ന് കൂർപ്പിച്ചു. സാറിന് അറിയാഞ്ഞിട്ടാണ്, ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് ഗ്രാമങ്ങളിലാണ് സർ. അത് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും. ഈ നാട്ടിൽ നിന്ന് വന്നതാണെന്ന്. അതിലെനിക്കൊരു കുറച്ചിലുമില്ല.
നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ ആളുകൾ ഈ നാടും ഇവിടുത്തെ രീതികളൊന്നും ഇഷ്ടമാവില്ല. പക്ഷേ കള്ളമില്ലാത്ത ആളുകളും നന്നായി സ്നേഹിക്കാൻ അറിയാവുന്ന ആളുകളും ഒക്കെ ഉള്ളത് ഈ ഗ്രാമങ്ങളിൽ തന്നെയാണ്. നഗരങ്ങളിലുള്ളവർ സ്വന്തം തിരക്കുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അവർ അവരുടെ തിരക്കുകൾക്ക് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. നഗരങ്ങളിലുള്ളവരൊന്നും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അറിയാതെ പറഞ്ഞത് തിരിച്ചെടുത്തു. ഇനി അതിൽ പിടിച്ച് 100 കഥകൾ പറയാൻ നിൽക്കണ്ട. ഇവിടുന്ന് എങ്ങോട്ട് പോകണം? അവൻ ചോദിച്ചു. ഇവിടുന്ന് നേരെ അത് കഴിഞ്ഞ് ഒരു ചെമ്മൺ വഴിയാണ്. ആ വഴി നേരെ ചെല്ലുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഇടവഴിയുടെ അരികിൽ നിർത്തിയാൽ മതി, അകത്തേക്ക് വണ്ടി പോകില്ല. അങ്ങനെ പറയാതെ ഞാൻ മേഡത്തിനെ വീടിന് മുന്നിൽ കൊണ്ടുവിടാം, അവൻ പരിഹാസത്തോടെ പറഞ്ഞു. ആദ്യം മുതലേ പറയണമെന്ന് വിചാരിച്ചതാ. സാറിന് അല്പം പരിഹാസം കൂടുതലാണ്, പ്രത്യേകിച്ച് പണമില്ലാത്തവരോട്. പരിഷ്കാരമില്ലാത്തവരോടും എനിക്ക് ആദ്യം മുതൽ തന്നെ തോന്നിയിരുന്നു. ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ഏതായാലും ഇവിടെ കൊണ്ടുവിട്ടതിന് താങ്ക്സ്. ഞാൻ കാരണം സാറിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അതിനൊന്നും പരിഹാരം കാണാൻ എനിക്ക് പറ്റില്ല. ഒരു സോറി ഇല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല, ക്ഷമിക്കണം. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാൻ ഇടവരാതിരിക്കട്ടെ. ഒരു ജോലി ആഗ്രഹിച്ചാണ് സാറിൻ്റെ കമ്പനിയിൽ വന്നത്. നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ ആളുകൾക്കൊന്നും ഞങ്ങളെപ്പോലെയുള്ളവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞാൽ മനസ്സിലാവില്ല സർ. സാറ് പറഞ്ഞതുപോലെ തലയ്ക്ക് കുഴപ്പമുള്ളതായിട്ടും ഒരു കോമാളിയായിട്ടുമൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾ ജനിച്ചതും വളർന്നതും ആയ സാഹചര്യത്തിൻ്റെ കുഴപ്പമാണ്. പട്ടിണിയും ബുദ്ധിമുട്ടും വേദനകളും ഒന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ആ അവസരം ഞങ്ങളെപ്പോലെയുള്ളവർക്കില്ല. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പുച്ഛവും പരിഹാസവുമായിരിക്കും. പക്ഷേ ഞങ്ങളും മനുഷ്യരല്ലേ, ആത്മാഭിമാനം കുറച്ചെങ്കിലും ഞങ്ങൾക്കും ഉണ്ടാവില്ലേ? ഉറുമ്പല്ലല്ലോ സാറ് ഞെരടിച്ചാവാൻ. ജനിച്ചു പോയില്ലേ, അപ്പോൾ ജീവിതത്തോട് പൊരുതി എങ്ങനെയെങ്കിലും മുൻപോട്ട് യാത്ര തുടർന്നല്ലേ പറ്റൂ. നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ശരിക്കും ഈ ലോകത്ത് ജീവിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്കേ അതിനുള്ള അർഹതയുള്ളൂ. ഞങ്ങളൊക്കെ ദൈവത്തിൻ്റെ വെറും കോമര സൃഷ്ടികളാണ്, കോമാളികൾ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വരട്ടെ സാർ, എല്ലാത്തിനും നന്ദി. അതുപോലെ മാപ്പ്. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാതെ അവൾ ഇടവഴിയിലൂടെ നടന്നപ്പോൾ അവനിലും വേദന തോന്നിയിരുന്നു. അവളുടെ വാക്കുകൾ എവിടേക്കോ ഹൃദയത്തിൽ കൊണ്ടിരുന്നു. ഭാഗ്യവാനാണത്രേ. അതാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത്. ഇത്രമേൽ ഭാഗ്യവാനായ ഒരു വ്യക്തി ഈ ലോകത്തിൽ ഉണ്ടായിരിക്കില്ല. അല്പം പരിഹാസത്തോടെ അവനോർത്തു. താനല്ലടോ, ഞാനാണ് ഈ ലോകത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കോമാളി. അത്രയും സ്വയം പറഞ്ഞാണ് അവൻ വണ്ടിയുമായി യാത്ര തിരിച്ചത്. മുറ്റത്തെത്തിയപ്പോൾ തന്നെ കണ്ടിരുന്നു പരിഭ്രമത്തോടെ അവളെ നോക്കി നിൽക്കുന്ന അമ്മയെ. നീ എന്താ ഇത്രയും താമസിച്ചത്? ഞാൻ പേടിച്ചു, എന്തു പറ്റിയെന്ന് ഓർത്തിട്ട്. പരിഭ്രമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവർ പറഞ്ഞു. എൻ്റെ അമ്മേ, ഇന്നത്തെ ദിവസം അതായിരുന്നു ദിവസം. ഇന്ന് കണ്ടവനെ നാളെ കണി കാണണം, അത്രയ്ക്ക് ഉണ്ടെന്ന് പറ്റിയത്. ഞാൻ വിശദമായി പറയാം. അതിനു മുൻപ് എനിക്ക് ആദ്യം കഴിക്കാൻ വല്ലതും വേണം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ തരാം, വാ. രണ്ടുപേരും അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഇടവഴിയിലൂടെ സന്ധ്യയുടെ നേർത്ത ഇരുളിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു ബൈക്ക് എത്തിയത്. അടുത്തേക്ക് വരുന്തോറും ഉമ്മറത്തെ CFL ബൾബിൻ്റെ വെളിച്ചത്തിൽ ബൈക്കിലിരിക്കുന്ന ആളുടെ മുഖം വ്യക്തമായി തുടങ്ങി. ശിവൻ. അറിയാതെ അവളുടെ നാവുകൾ ആ പേരു തുറന്നപ്പോൾ ഒരു നിമിഷം അമ്മയിലും പരിഭ്രാന്തി നിറഞ്ഞിരുന്നു.